വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്കറിയാം 2016 മെയ്യിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആ കാലത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ്. അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് ഞാൻ പറഞ്ഞതാണ്. അതിലെ ഒരു നേർത്തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നത്. ഇത് എം.ആർ. അജിത് കുമാർ വാങ്ങിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് നിങ്ങൾക്കൊക്കെ എടുക്കാം. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നൽകാൻ പോകുന്നതാണ്. ഇതിൽ 33,80,100 രൂപക്ക് ഇദ്ദേഹം പട്ടം SROയിൽ കവടിയാർ വില്ലേജിൽ, ഒക്കെ കവടിയാറാണ് കേട്ടോ, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് എം.ആർ. അജിത് കുമാർ, ഏജ് 47, പ്ലേസ് മണക്കാട്, ഹൗസ് നമ്പർ TC 41/1489, 1489, പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGF പോലീസ്. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 ഫെബ്രുവരി 19 ആണ് ഈ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മളെ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ, അതിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെ വാങ്ങി, എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ വില, അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില, ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ 33,80,100 വാങ്ങുന്നത് ഈ പറയുന്ന 2016 ഫെബ്രുവരി 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അതേ പ്രോപ്പർട്ടി വിൽക്കുകയാണ്. 29/2/2016 ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 29 വിൽക്കുന്നു. എത്രക്കെന്നറിയാം നിങ്ങൾ? 33,80,100 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക്. ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ. പത്രക്കാരായ നിങ്ങൾ അന്വേഷിക്കുക. ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ആരാ താമസിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുക. ഇതിന്റെ വാടക ആരാ വാങ്ങുന്നത് നിങ്ങൾ അന്വേഷിക്കുക. റെക്കോർഡ് പ്രകാരം 32 ലക്ഷം രൂപക്ക് വാങ്ങിയ, 33 ലക്ഷം രൂപക്ക് വാങ്ങിയ, 33,80,000 വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമാണോ? എവിടുന്ന് കിട്ടി ഈ പണം?